ഇപ്പോൾ ഹൈടെൻഷൻ ഇലക്ട്രിക്കൽ കൺസൾട്ടന്റായ ജയകുമാർ പണ്ടാല കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, ഈ വലിയൊരു അപകടമാണ് തൃശ്ശൂരിൽ തലനാരിഴയ്ക്ക് പോയത് എന്ന് വേണം പറയാൻ. അപ്പോഴും ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കിട്ടേണ്ടതാണ്. കാരണം 600-ലധികം ബൈക്കുകളാണ് ഇവിടെ കത്തി നശിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദിനംപ്രതി ആവശ്യങ്ങൾക്കായൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളായിരുന്നിരിക്കാം. എന്തായാലും ഇത്തരത്തിലൊരു അപകടം അതെങ്ങനെയാകാം അവിടെ ഉണ്ടായിട്ടുണ്ടാവുക? ഇത് ഈ ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത് 25 kV AC ആണ്. 25 kV 25 kVക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ ഉപയോഗിക്കുന്നത് 25 kV AC സിംഗിൾ ഫേസ് ആണ്. അത് ഭയങ്കര ഇൻഡക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രിസിറ്റി സോഴ്സ് ആണ്. അതിന് ഒരു മിനിമം ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പാർക്കിങ്ങിന് തന്നെ 15 അടി ദൂരെ വേണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനെന്ന്. അതായത് ഇപ്പൊ ഇവിടെ ഈ അപകടം ഉണ്ടായിരിക്കുന്നതിൽ കാണിച്ചിരിക്കുന്നത് ഈ ഇലക്ട്രിക് ലൈനിൽ നിന്ന് തീപ്പൊരി വീണ് ഒരു ബൈക്ക് കത്തി, അതിൽ നിന്ന് ബാക്കി കത്തി എന്നുള്ളതാണ് പറയുന്നത് തോന്നുന്നു. എനിക്കത് കൂടുതൽ ആ ന്യൂസ് സോഴ്സ് കിട്ടിയില്ല. ഈ ഇലക്ട്രിക് ലൈനിൽ നിന്നൊരു തീപ്പൊരി അങ്ങോട്ട് തെറിച്ച് വീഴാവുന്ന അടുത്താണ് ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഇപ്പൊ തൃശ്ശൂര് പാർക്കിംഗ് കോൺഫിഗറേഷൻ എനിക്ക് നല്ല ഓർമ്മയില്ല. പ്രത്യേകിച്ച് ഇപ്പൊ അവിടെ കുറെ മോഡിഫിക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. മിനിമം ഹൊറിസോണ്ടൽ ക്ലിയറൻസ് പറയുന്നത് 15 അടിയാണ്. അതായത് 4.6 meters away from high voltage power lines ആണ്. ടു അവോയ്ഡ് ആക്സിഡന്റൽ ഇൻഡക്ഷൻ ഓർ ആർക്കിംഗ് അത് അങ്ങനെ പാർക്ക് ചെയ്തിരിക്കണമായിരുന്നു. ആദ്യത്തെ തീപ്പൊരി വീണ സ്ഥലത്ത് എത്ര ദൂരെയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വെർട്ടിക്കൽ ഹൈറ്റ് നമുക്കറിയാം, എല്ലായിടത്തും ലെവൽ ക്രോസിംഗിലും എല്ലാം കാണിച്ചിട്ടുണ്ട്. ആ ഒരു 4.7 meters അവിടെ ഗേജ് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിലേക്ക് കൂടെ വാഹനങ്ങൾ അത്രയും താന്നേ പോകാവൂ. ഇത് അവിടെ ഭയങ്കര ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും സ്റ്റാറ്റിക് ചാർജും ഉണ്ടാവുന്നതാണ്. അപ്പോ പിന്നെ ഇലക്ട്രിക് ലൈൻസിന്റെ ഒക്കെ അടുത്തുള്ള പാർക്കിംഗ് ലോട്ടിലെല്ലാം ഇലക്ട്രിക് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്നുണ്ട്. അങ്ങനെ വണ്ടി പാരലായിട്ട് പാർക്ക് ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ കുറവാണ് അപകടം പെർപെൻഡിക്കുലർ ആയിട്ട് പാർക്ക് ചെയ്താൽ. അപ്പൊ അവിടെ എങ്ങനെയൊക്കെയാണ് ഇത് പാർക്ക് ചെയ്തിരുന്നത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അപകടം ഉണ്ടായത് വെറും സ്പാർക്ക് വീണുണ്ടായതാണെങ്കിൽ ഒരു കുറ്റം ആരുടെയെങ്കിലും പുറത്തേക്ക് നമുക്ക് പിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? എങ്ങനെയാണ് സ്പാർക്ക് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ അത് സബ്സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫോമറിൽ ആർക്കുണ്ടായിട്ട് പാർക്ക് ചെയ്ത് തെറിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ പോലും ഈ 4.6 meters ദൂരെ ആയിരുന്നെങ്കിൽ ഈ വാഹനത്തിലേക്ക് ഈ ആർക്ക് വീഴാൻ വഴിയില്ല. പിന്നെ നേരിട്ട് പതിച്ചതാണെങ്കിൽ ഈ ട്രാക്ഷൻ ലൈനിന്റെ അടിയിലായിരിക്കണം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. ഇതെല്ലാം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി റെഗുലേഷൻസ് അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നെ റെയിൽവേയുടേതായ ഒരുപാട് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഉണ്ട്, സേഫ്റ്റി റൂൾസ് ഉണ്ട്. അതും എല്ലാം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും അവിടെ എങ്ങനെയാ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടില്ല. അത് ഞാനൊന്ന് ഫോളോ ഇതിന്റെ ഇടയിൽ ഞാനൊന്ന് നോക്കാൻ നോക്കി. അതായത് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം 2 വാഹനങ്ങളിൽ തീ പിടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തീപിടുത്തത്തിനുള്ള കാരണം അപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല. പിന്നാലെ മറ്റു വാഹനങ്ങളിലൊക്കെ നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നത് തീപ്പൊരി ലൈനിൽ നിന്ന് ബൈക്കിന്റെ പുറത്തേക്ക് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീപ്പൊരി ലൈനിൽ നിന്ന് ലൈനിൽ നിന്നൊരു തീപ്പൊരി വീഴാനുള്ള സാധ്യത ഒന്നുകിൽ വണ്ടി നേരെ താഴെയായിരുന്നു, അല്ലെങ്കിൽ ഈ 4.6 മീറ്ററിന്റെ അകത്തായിരുന്നു. 4.6 meters വെളിയിലേക്ക് ഒരു തീപ്പൊരി പറന്ന് വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. 4.6 meters എന്ന് പറഞ്ഞാൽ 15 അടി ദൂരമാണ്. 15 അടി ദൂരെ അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്പ്ലോഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഏതെങ്കിലും ട്രാൻസ്ഫോമറിന്റെ ടെർമിനൽ പോയിന്റിൽ നിന്നോ അല്ലെങ്കിൽ ഓവർഹെഡ് കണ്ടക്ടേഴ്സ് കൂട്ടിമുട്ടിയിട്ടോ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ആക്ച്വലി ഇതിൽ നിന്ന് എത്ര ദൂരെയാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞില്ല. അത് കുറെ കൂടെ മനസ്സിലാക്കിയാലേ പറ്റൂ. പക്ഷേ
ഇത് തെറ്റാരുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് നമുക്ക് ഇപ്പൊ റെയിൽവേ വളരെ കർശനമായ നിയമങ്ങളാണ് ഈ പാലിക്കുന്നത്. നമ്മൾ കാണുന്നത് വാഹനങ്ങളൊന്നും ഈ 15 അടിക്ക് അപ്പുറത്തേക്കൊന്നും പോകാൻ സമ്മതിക്കുകയില്ല. പക്ഷെ തൃശ്ശൂരെ പാർക്കിംഗ് ലോട്ട് ലൈനിൽ നിന്ന് എത്ര അടി ദൂരെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ടേ അതിനെപ്പറ്റി നമുക്കൊരു ക്രിട്ടിക്കൽ റിവ്യൂ പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അതെ. ഈ ഒരു സമയത്ത് അതായത് ഇത്തരത്തിൽ റെയിൽവേ താങ്കൾ തന്നെ പറഞ്ഞു റെയിൽവേ കർശനമായ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വേണ്ട രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ അത് അണയ്ക്കാനുള്ള ക്രമീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊരു വീഴ്ച തന്നെയല്ലേ? തീപിടുത്തം ഉണ്ടായാൽ അണയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ, ആവശ്യത്തിനുള്ള ക്രമീകരണങ്ങൾ ഇല്ല എന്ന് പറയുന്നത് ഒരു വീഴ്ചയാണ്. അത് ശരിക്കും സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അതൊരു വീഴ്ചയാണ്. എപ്പോഴും ഫയർ ഡോസിങ് ആയിട്ടുള്ള എക്യുപ്മെന്റ് അവിടെ വേണം. ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് നമുക്ക് അവിടെ വേണം. ഈ വിത്തിൻ റീച്ചബിൾ ഡിസ്റ്റൻസ് പെട്ടെന്ന് എടുത്ത് പ്രയോഗിക്കത്തക്കവണ്ണം നമുക്ക് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് വേണം. പിന്നെ ഇത്രയും വലിയൊരു പാർക്കിംഗ് ലോട്ടാണ്. ആ പാർക്കിംഗ് ലോട്ട് അവിടെ എത്ര 500 വാഹനങ്ങളോ മറ്റോ കേടുവന്നു എന്ന് പറഞ്ഞതായിട്ട് കേട്ടു. ഇത്രയും വാഹനങ്ങൾ രാവിലെ പാർക്ക് ചെയ്തിട്ട് പതിവായിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അതൊരു മസ്റ്റാണ്. അത് പക്ഷേ അത് ഉണ്ടായിട്ടില്ലേ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് അവിടെ അവർ സൂക്ഷിച്ചിരുന്നത്, എന്തുകൊണ്ടാണ് അത് മൊബിലൈസ് ചെയ്യാൻ സാധിക്കാതെ പോയത്, ഇത് നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിന്റെ തീയുടെ ഓറിജിൻ എങ്ങനെയാണ് അത് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് ഈ സ്പാർക്ക് ഉണ്ടായത്? അതുണ്ടായിട്ടില്ല. ഉണ്ടായത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതിന്റെ ഡാമേജസ് തീർച്ചയായിട്ടും പേയബിൾ ആണ്. അത് റെഗുലേഷൻസ് അനുസരിച്ച് ആരുടെ വീഴ്ച ഉണ്ടായാലും നഷ്ടം ഉണ്ടായത് പൊതുജനത്തിന് അവർ റെയിൽവേയുടെ പെർമിഷനോട് കൂടിയാണ് അവിടെ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സുരക്ഷിതത്വം ആർക്കും കൈയൊഴിയാനും നോക്കില്ല. അത് ഉണ്ടാവേണ്ടത് തന്നെയാണ്. പക്ഷെ അത് കുറെ കൂടെ ഡീപ്പായിട്ട് നമുക്ക് ഇതിന്റെ കാരണം കണ്ടുപിടിക്കേണ്ടിയിരിക്കും. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അതിന്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി ഒരു 2 ചോദ്യമൊന്നുമില്ല. അത് അപകടം ഉണ്ടായതിന് ന്യായമായ ഉത്തരം അത് ആരായാലും അത് കൊടുത്തേ പറ്റൂ. മനസ്സിലായി? അത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും എടുത്തിട്ടുണ്ട് എന്നാണ് റെയിൽവേയും പറയുന്നത്. നമ്മുടെ ഇലക്ട്രിസിറ്റി അതോറിറ്റീസും പറയുന്നത് തന്നെയാണ്. ഇനി അതിന്റെ കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. എന്നാലേ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റൂ. അതെ, ഈ ഒരു ഘട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ എന്നല്ല, ഇതൊക്കെ നമുക്ക് ആദ്യമേ തന്നെ പ്രതിരോധിക്കേണ്ടതായുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ പാർക്കിംഗ് ഏരിയകളിലൊക്കെ പാലിച്ചിരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങളൊക്കെ ആവശ്യമായതല്ലേ? ഇത് ഏറ്റവും ഫണ്ടമെന്റലായിട്ട് പാലിക്കേണ്ടത് ക്ലിയറൻസ് ആണ്. അതായത് മിനിമം ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ആണ്. മിനിമം ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ഫ്രം ദ ഹൈ വോൾട്ടേജ് ലൈൻ. അത് നമുക്ക് 15 അടിക്ക് അപ്പുറത്തെ ഇതിന്റെ ബൗണ്ടറി പോലും വരാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ കംപ്ലീറ്റ് എർത്തിങ് പ്രൊസീജിയേഴ്സ് വെച്ചിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടാർഡ് സർഫസിൽ വെച്ചിരിക്കുന്ന ഒരു വാഹനമാണ് കൂടുതൽ കേടുവരുന്നത്. എന്താ വെച്ചാൽ ഒരു ലൈനിൽ നിന്ന് ഒരു ഡയറക്റ്റ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഒരു ഇലക്ട്രിക് ചാർജ് വന്ന് അടിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഈ അസ്ഫാൾട്ട് ഇടാത്ത സർഫസസ് ആണെങ്കിൽ അവിടെ പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്തു പോകും. വാഹനത്തിന് കേട് പറ്റുന്നതിന് മുമ്പ് അത് പോവും, ലൈൻ ട്രിപ്പ് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മൾ ടാറിട്ട നല്ല കോൺക്രീറ്റ് ഒക്കെ ഇട്ട സ്ഥലത്താണ് ഈ പാർക്കിംഗ് ലോട്ട് വെക്കുന്നത്. അവിടെ ഇരിക്കുന്നത് തന്നെ കുറച്ച് അതിന്റെ റിസ്ക് എലിമെന്റ് കൂട്ടുകയാണ്. പക്ഷേ ഇത് ശരിക്കും 15 അടിക്ക് അകത്താണോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അത് റെയിൽവേയുടെ വീഴ്ചയാണ്. ആ 15 അടിക്ക് അകത്ത് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്, പാർക്ക് ചെയ്യാൻ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പാർക്ക് ചെയ്യാൻ പാടില്ല. അല്ല പാർക്കിംഗ് എന്തെങ്കിലും കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അവരാണോ അത് പെർമിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. അത്ര അടുത്ത് പാർക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ ഇത് യാതൊരു വിധത്തിലും ആക്സിഡന്റ് അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല.
പിന്നെ അവിടെ ഒരു ട്രാൻസ്ഫോമർ ഒന്നുമില്ല, അവിടെ ഒരു സബ്സ്റ്റേഷനും ഒന്നുമില്ല. സബ്സ്റ്റേഷൻ കുറച്ച് ദൂരെയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ശരിക്കും 25 kV സബ്സ്റ്റേഷൻ കുറച്ച് ദൂരെയാണ്. അപ്പൊ ശരിക്കും അവരുടെ ലൈൻ മാത്രമേ വരുന്നുള്ളൂ. അവിടെ ലൈനിൽ നിന്ന് അങ്ങനെ ഒരു തീപ്പൊരി ഈ 15 അടി ദൂരെ അപ്പുറത്ത് വീഴണം എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കണം. പക്ഷെ സേഫ്റ്റി എന്തുകൊണ്ടാണ് ആ സമയത്ത് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് പ്രവർത്തിക്കാൻ പറ്റാത്തത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന്റെ കോസ് കണ്ടുപിടിച്ച് അതിന്റെ കാരണങ്ങൾ എന്നുള്ള പിൻ പോയിന്റ് ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ട റെമഡീസ് നമുക്ക് എടുക്കുകയും വേണം. ഈ എല്ലാ റെമഡീസും അവർ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടത് ഉപയോഗത്തിൽ വന്നില്ല എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതെ, ഇതിലിപ്പോൾ ഈ ഒരു അന്വേഷണമൊക്കെ ഇനിയിപ്പോൾ ആകും പുരോഗമിക്കുക? ഈ ഒരു എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാകും കണ്ടെത്താൻ സാധിക്കുക? തീപിടുത്തം ഉണ്ടായത് നമുക്കിപ്പോൾ ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് ട്രാൻസ്ഫോമറിൽ അവിടെ ഒരുപാട് ദൃക്സാക്ഷികൾ തന്നെ ഉണ്ടായിരിക്കും. വളരെയധികം ദൃക്സാക്ഷികൾ ഉണ്ടാവും. ഇത് എവിടെയാണ് തീ ആദ്യം ഉണ്ടായത്? ട്രാൻസ്ഫോമറിലാണോ, ട്രാൻസ്ഫോമറിന്റെ ടെർമിനൽസിലാണോ, അതോ ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയോ മറ്റോ ഉണ്ടായോ, അതോ ലൈനിൽ എന്തെങ്കിലും പക്ഷികളോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നതാണോ, അത് തമ്മിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നതാണോ, എങ്ങനെയാണ് ഈ തീപ്പൊരി വന്നത് എന്നുള്ളത്. പക്ഷേ അണ്ടർ നോ കണ്ടീഷൻ ഷുഡ് വെഹിക്കിൾസ് ബി പെർമിറ്റഡ് ടു പാർക്ക് ബിലോ ദ ലൈൻ. ലൈനിന്റെ താഴെ യാതൊരു കാരണവശാലും ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ കോറിഡോർ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. ആ കോറിഡോർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 26 അടി 30 അടി വീതിയിലാണ് ഇതിന്റെ കോറിഡോർ വന്നത്. ഈ ലൈൻ ഇതിലേക്ക് വരുന്ന സബ്സ്റ്റേഷനിലേക്ക് വരുന്നതോ സബ്സ്റ്റേഷനിൽ നിന്ന് കയറിപ്പോകുന്നതോ ആയ ലൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 10-12 അടി വീതം ട്രാൻസ്മിഷൻ കോറിഡോറാണ്. ആ കോറിഡോറിനകത്ത് യാതൊരു വിധത്തിലുള്ള കൺസ്ട്രക്ഷനോ വാഹനങ്ങൾ പാർക്കിങ്ങോ ഒന്നും പാടില്ല, ബിൽഡിങ്സോ ഒന്നും പാടില്ല. അപ്പൊ അതിന്റെ അടിയിൽ ഈ വാഹനങ്ങൾ എന്തെങ്കിലും ഇരുന്നോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ കണ്ടുപിടിച്ചാലേ അത് പറയാൻ പറ്റൂ. പിന്നെ ഒരുപാട് ദൃക്സാക്ഷികൾ കാണും, അത് സംശയമൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ട്രാൻസ്ഫോമർ കത്തിയാൽ തന്നെ ഒരു 15 പേര് അത് ഞാൻ കണ്ടു എന്ന് പറയുന്നവരുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ ഒരു അപകടം, ഇങ്ങനത്തെ അപകടം തീർച്ചയായിട്ടും അത് കണ്ടിരിക്കും, ആരെങ്കിലും കണ്ടിരിക്കും. അത് കണ്ടത് നമ്മുടെ ദൃക്സാക്ഷികളിൽ നിന്നുള്ള വിവരണം വെച്ചിട്ട് അതിനെ ഫോളോ ചെയ്ത് പോയാലേ നമുക്ക് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. അതിപ്പോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്തായാലും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഇതിൽ നിന്നും പിന്നെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. അവരന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് കണ്ടു ന്യൂസിൽ. അതിന്റെ അന്വേഷണം ഉടനെ തുടങ്ങുന്നതായിരിക്കുമെന്ന്. ആ കാരണം കണ്ടുപിടിച്ചിട്ട് വേണം അതിനൊരു ഇനി ഇതുപോലത്തെ കാര്യങ്ങളും ഇനി ഫ്യൂച്ചറിൽ അത് ഉണ്ടാകാതിരിക്കാൻ നോക്കും. എനിക്ക് പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. റെയിൽവേ ലൈനിൽ നിന്ന് സ്പാർക്ക് വിട്ട് വാഹനം കത്തുകയോ മറ്റ് ഡാമേജസ് ഉണ്ടാകുകയോ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നത് നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇനി ഒരിക്കൽ കൂടെ അത് ഉണ്ടാകാതിരിക്കാനും കൂടെ ഉള്ള നടപടികൾ എടുക്കണം. അതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ജയകുമാർ പണ്ടാല ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.